എൻ്റെ പേര് വിഷ്ണുദാസ് കെ എന്നാണ്. ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. 2018 ആണ് പാസ് ഔട്ട് ബിടെക്. ഇതേമാതിരി 2018 ശേഷം അതേമാതിരി കുറച്ച് നാൾ വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് പണിക്കൊന്നും പോയൊന്നുമില്ല. അങ്ങനെ 2018 ഇപ്പോൾ പ്രളയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് 2018 പോയത് അറിഞ്ഞില്ല. അപ്പോൾ 2019 ആയിരുന്നപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പ്രഷറായിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറി പറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം PSCയിൽ രജിസ്റ്റർ 2015 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, പക്ഷെ അതൊന്നും മര്യാദയ്ക്ക് പോയിട്ട് എഴുതാറോ പഠിച്ചിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. ആ സമയത്താണ് ഈ കേരള PSCയുടെ ഫയർമാൻ്റെ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫയർമാൻ്റെ എക്സാം എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, നല്ലോണം വേക്കൻസി ഉണ്ടാവും, അപ്പോൾ നീ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നിനക്കും അത് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതും അവൻ ഹോളിമാതലത്തെ സ്റ്റുഡൻറ് തന്നെയാണ്, സായി കൃഷ്ണ എന്ന് പറയും. അപ്പോൾ അവൻ എന്നെ അവിടെ ചേരാനൊന്ന് പ്രേരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ തൃശ്ശൂർ ഹോളിമാതയുടെ ഒരു ബാച്ച് തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോളിമാതയുടെ തൃശ്ശൂർ ബാച്ചിൽ റെഗുലർ സ്റ്റുഡൻ്റായിട്ട് പോയി ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നിട്ട് അവിടെ പൂട്ടി. അപ്പം അങ്ങനെ കൊറോണ വന്ന് പൂട്ടിയപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളം അല്ല, ഒരു 6-7 മാസത്തോളം അങ്ങനെ പൂട്ടിക്കിടന്നു. പിന്നെ ഇതിനെപ്പറ്റി വലിയ വിവരം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതിന് ശേഷമാണ് ഹോളിമാത ഓൺലൈൻ കോച്ചിങ്ങിലേക്ക് എല്ലാവരും ഉൾപ്പെടുത്തിയവർ തുടങ്ങുന്നുണ്ടായി. അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ്സിന് കയറിയപ്പോഴാണ് ഷിൻഡു സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ആളെ കുറിച്ച് കേൾക്കണത്, ആളുടെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വാക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കണത് അവിടെ വെച്ചാണ്. അപ്പോൾ ആളുടെ ഇൻസ്പിറേഷനും അതോടൊപ്പം തന്നെ ഈ ആൾ തരുന്ന നോട്ടുകളും എല്ലാം ആണ് ആദ്യം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഇന്നെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്. പിന്നെ ഈ കൊറോണ ഒതുങ്ങിയപ്പോൾ തൃശ്ശൂർ വീണ്ടും ക്ലാസ് സ്റ്റാർട്ടായി. അപ്പോൾ തൃശ്ശൂരെന്ന് വെച്ചാൽ തൃശ്ശൂരത്തെ ട്യൂട്ടർ എന്ന് പറയുന്നത് ലിയ മിസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇപ്പം ജൂനിയർ എന്ന നിലയിലല്ല, അപ്പം എനിക്ക് അറിവ് പകർന്നു തരുന്ന ആളെന്ന നിലയിൽ ആ കുട്ടി നല്ല രീതിയിൽ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ നോട്ടും എല്ലാം നല്ലോണം പ്രിപ്പയർ ചെയ്ത് ആ കുട്ടിയുടെ മെയിനായിട്ട് ആ മിസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ ജൂനിയർ ആയിട്ടുള്ള കുട്ടിയാണ് എന്നെ മെയിനായിട്ട് പഠിപ്പിച്ചത് സിവിൽ പോർഷൻ. ഞാൻ മെക്കാനിക്കലായ കാരണം അധികം എനിക്ക് സിവിലിൻ്റെ ടച്ചോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ബേസിക് ഐഡിയയും നോളജും ഒക്കെ തരണത് ആ കുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു 6 മാസത്തോളം നല്ല രീതിയിലൊരു ഓൺലൈൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുമായിരുന്നു. റെഗുലർ ക്ലാസ് ഉള്ളപ്പോൾ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതേമാതിരി സാധാരണ നോട്ടും ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ ആൻസർ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ എക്സാമിന് പോയപ്പോൾ മെജോറിറ്റി സിവിലിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. മെക്കാനിക്കൽ പോർഷൻസ് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഹോളിമാത അക്കാദമിയിൽ പ്രത്യേകിച്ച് ലിയ മിസ് പറഞ്ഞെന്ന കാര്യങ്ങൾ ആള് പഠിപ്പിച്ചെന്ന കാര്യങ്ങളുമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഇപ്പം ഞാൻ വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആയിട്ട് കോതമംഗലം കോതമംഗലം സബ് ഡിവിഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണേ. ഏകദേശം സർവീസിൽ കയറിയിട്ട് ഇപ്പോൾ വാട്ടർ അതോറിറ്റി സർവീസ് കയറിയിട്ട് ഒരു 2 കൊല്ലത്തോളം ആവാറായി. അപ്പോൾ എനിക്ക് KWA ഗ്രേഡ് 3യിൽ 166ാമത്തെ റാങ്കും അതേമാതിരി തന്നെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2ൽ 209ാമത്തെ റാങ്കോ 207 അങ്ങനെ എന്തോ കിട്ടി. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എനിക്ക് ഇത് നേടിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ സിവിലിലെ ഡിപ്ലോമ ITO കഴിഞ്ഞവർക്കും അതേപോലെ തന്നെ ബിടെക് കഴിഞ്ഞവർക്കും ഞാനെടുത്ത സമയം പോലും എടുക്കണ്ട, അവർക്ക് ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈ ജോലിക്ക് വേണ്ടി പ്രാപ്തയാക്കിയത് മെയിനായിട്ട് ലിയ മിസ്സും അതേപോലെ തന്നെ ഷിൻഡു സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളുമാണ്. പിന്നെന്താ പറയാന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെ കോച്ചിങ്ങിന്
വന്ന പയ്യൻ തന്നെയാണ്. സിവിലിയൻസ് മീൻ സെന്ററിലും കോച്ചിങ്ങിന് പോയിട്ട് അതിന് ശേഷമാണ് ഹോളിമാതയിൽ വന്നത്. അപ്പൊ അവനൊക്കെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ആയ സമയത്ത് എക്സാമിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ടെൻഷനൊക്കെ വന്നിട്ട് അവന് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് അവനൊക്കെ ഇതേമാതിരി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും ജോലി കിട്ടാണ്ടിരിക്കണത്. നമ്മള് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഒരു എക്സാം എന്ന് വെച്ചാൽ 2 എക്സാം. ഇപ്പൊ വാട്ടർ മെക്കാനിക്കലായ കാരണം സിവിൽ പോർഷൻ പഠിച്ചിട്ട് എഴുതാൻ പറ്റുന്ന ആകെയുള്ള എക്സാം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ആകെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിനുവേണ്ടി ആകെ ഒരു എക്സാം അല്ലെങ്കിൽ 2 എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിട്ടാണ് എനിക്ക് ഈ നേട്ടം കൈവരിക്കാൻ പറ്റിയത്. ഇതിന് പിന്നിൽ നിന്ന ഹോളിമാത അക്കാദമിക്ക് എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾ ഈ നമ്മള് ഇപ്പൊ ഹോളിമാതയിൽ നിന്ന് തരുന്ന അറിവുകൾ മാത്രം നോക്കിയിരിക്കാണ്ട് പുതിയ അറിവുകൾ നിങ്ങൾ എവിടെ നോക്കിയാണോ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ എത്തിപ്പെടാൻ പറ്റട്ടെ.